അപ്പോൾ ഗൈസ് ഇന്നിതാ രാവിലെ കിച്ചണിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ ആദ്യം ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് മൈദ ഇതാ ഒരു ബൗൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 കപ്പ് മൈദൻ്റെ അടുത്തുണ്ടാവും കേട്ടോ. കറക്റ്റ് അളവൊന്നും നോക്കിയിട്ടില്ല, ഒരു 1.25 കപ്പ് എന്തായാലും ഉണ്ടാവും. പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു. അതേപോലെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും, ആദ്യം ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ അത് പോരാൻ തോന്നിയപ്പോൾ ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചാണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ്ട് നമുക്ക് അപ്പത്തിനുള്ളൊരു മാവാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ മാവ് ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നീർദോശക്കൊക്കെ എടുക്കണ മാവില്ലേ, ആ ഒരു രീതിയിൽ. അപ്പം ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം. അപ്പോൾ ദോശച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായിട്ട് ഇതേപോലെ ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ കനല്ലാതെ പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ ഇതിന് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഏലാഞ്ചി എന്ന് പേര് പറയും, ചിലർ മുട്ടപ്പാലട എന്ന് പറയും. അതേപോലെ ചില ആൾക്കാർ മുട്ടക്കുഴലപ്പം, അങ്ങനെയൊക്കെ പല പേരിലും അറിയപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. എന്തായാലും ഞാനിന്ന് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഫില്ലിങ് വേണേ. അപ്പോൾ അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ വേണമെങ്കിൽ 1 സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇനി നമ്മൾ ചുട്ടെടുത്ത ഓരോ ദോശ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മുട്ടക്കുഴലപ്പം എന്നൊക്കെ പറയണത്. എന്തായാലും സംഭവം അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനും. അതേപോലെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും മധുരമൊക്കെ ചേർത്തതുകൊണ്ട്. അപ്പോൾ ഒരു 2 എണ്ണം കഴിച്ചാൽ തന്നെ വയറ് ഫില്ലാവും കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് മധുരം ഉള്ളത് കഴിക്കാൻ പറ്റൂല. അപ്പോൾ ഞാൻ ഈ റാഗി സേമിയ ഉണ്ടല്ലോ, അതുകൊണ്ട് പുട്ടാണ് കേട്ടോ എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ റാഗിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വലിയ ഇഷ്ടമൊന്നുമില്ല. ഇനി പിന്നെ ഇതങ്ങനെ ശീലമായിട്ടോ. ഇപ്പം അധിക ദിവസവും രാവിലെയും രാത്രി ഞാൻ റാഗി കൊണ്ടുള്ള എന്തെങ്കിലുമാണ് കഴിക്കൽ. അപ്പോൾ ഇതിൽ കുറച്ച് ചിക്കൻ കറി ഉണ്ടെങ്കിൽ തലേ ദിവസത്തെ അതും കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനിയിപ്പോൾ ചോറും കൂട്ടാനും ഉണ്ടാക്കണം. അപ്പോൾ വന്ന് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പോയിട്ട് മുറ്റൊക്കെ അടിച്ചു വാരി വരാം. നമുക്ക് വീട്ടമ്മമാർക്ക് ഒരു ദിവസം റെസ്റ്റ് ഇല്ലല്ലേ, എന്നും നമുക്ക് തന്നെയല്ലേ ചോറും കൂട്ടാനും ഉണ്ടാക്കുക, രാവിലെ ചായയും കടി ഉണ്ടാക്കുക, വൈകുന്നേരത്തിന് ഫുഡ് ഉണ്ടാക്കുക, പിന്നെ വീട്ടിലെ ക്ലീനിങ്ങും ഒക്കെ കൂടെ ആകെ ചെക്ക പുകയ്ക്കാറല്ലേ. അപ്പോൾ എന്തായാലും ഞാനിതാ മുറ്റൊക്കെ അടിച്ചേരി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ചോറ് വേവിക്കാൻ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പം കുറച്ച് ചൂടുള്ള വെള്ളം ഞാൻ അതിന് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തു. അപ്പോൾ തന്നെ ഐഫക്കുട്ടി മദ്രസ ഇട്ട് വന്നേനെ.